അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു കിട്ടിലും കട്ട്ലറ്റിന്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ മുട്ട വെച്ചിട്ട് ചെയ്യുന്ന ഒരു അട്ടാറ് കട്ട്ലറ്റ് ആണ്. നല്ല ടേസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കോൺടെസ്റ്റിന്റെ റൂൾ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ടൈം പ്രശ്നമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് മുതലാണ് കോൺടെസ്റ്റ് തുടങ്ങിയിട്ടുള്ളത്. മിനിഞ്ഞാന്ന് മുതൽ പെരുന്നാൾ വരെയുള്ള എല്ലാ വീഡിയോയിലും കമന്റ് ഇടുക. അപ്പൊ വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടുക. അത് എപ്പോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴാണോ വീഡിയോ കാണുന്നത് അപ്പൊ ഇട്ടാൽ മതി. ഞാൻ പെരുന്നാളിന്റെ ആ ഒരു ടൈമിലാണ് ഞാൻ നോക്കുന്നത്. ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അതിനകത്ത് നിന്നാണ് ഞാൻ സെലക്ട് ചെയ്യുക. അപ്പൊ എല്ലാ വീഡിയോയിലും നിങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിലേ നിങ്ങളെ സെലക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ അത്രയും ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ടീസ്പൂൺ ഒക്കെ മതിയാവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 സവാള ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലിയ സവാളയൊന്നും അല്ല, ചെറിയ സവാള 2 ആണ് എടുത്തിട്ടുള്ളത്. അതിന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഇച്ചിരി ഉപ്പും കൂടി ഇടുവാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് 2 തന്നെ ചേർക്കാൻ നോക്കുക, കാരണം ഇതിലാണ് നമ്മൾ എരിവ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ഞാൻ അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, അതും നമുക്ക് ഇതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മതി. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റ് ആണ്. മസാലയൊന്നും ഒരുപാട് നേരം എടുത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നോമ്പ് തുറക്കുമ്പോഴത്തേനും ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നന്നായിട്ട് ആ പച്ചമണൊക്കെ മാറണ വരെ ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയിലയാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്തോ, കുഴപ്പമില്ല. ഞാൻ 2 ടേബിൾ സ്പൂൺ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൂടുതലൊന്നും ചെയ്യാനില്ല. തീ നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പൊ ഞാനൊരു ബൗളിനകത്തോട്ട് 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് നല്ലപോലെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ഉടച്ചിട്ട് എടുത്ത് വെക്കുക, എന്നാലേ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും മസാല ഇല്ല, പക്ഷെ ഇതിന് നല്ല കറക്റ്റ് ആയിട്ടുള്ള മസാലയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിനകത്തോട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നില്ല, കൈവച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ കുറച്ചും കൂടെ രസമാണ്. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. 3 മുട്ട മതിയാവും നമുക്കിതിന്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടക്കുള്ള ഉപ്പാണ്, ബാക്കിയുള്ളതിന് നമ്മൾ ചേർത്തിട്ടുണ്ട്. മുട്ടക്ക് ഉരുളക്കിഴങ്ങിനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. മുട്ട ആയതുകൊണ്ടും ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടും നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഉരുളക്കിഴങ്ങിന്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഉടച്ചെടുക്കുക. ഇതിന്റെ മസാല ഇപ്പൊ ഇവിടെ റെഡിയായി. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ, ഇത് ഇങ്ങനെ അങ്ങ് കഴിക്കാനായിട്ട്. കാരണം ഇതെല്ലാം വേവിച്ചതായതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഭാഗം ഞാൻ അങ്ങനെ തന്നെ തിന്ന് തീർക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് 2 കൈയിലും എണ്ണ തടവിയിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോ കട്ട്ലേറ്റിന്റെ ഷേപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിൽ എടുത്താൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. സംഭവം സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എല്ലാരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാ. നോമ്പായി, അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാ. ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. കുറച്ച് കനത്തില് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ മുട്ടയിലൊക്കെ മുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ ഇച്ചിരിയും കൂടെ ഒന്ന് കനത്തില് ചെയ്യാൻ നോക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം അതിൽ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അതേപോലെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മുട്ടയിൽ ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് നമുക്ക് ബ്രെഡിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്താൽ മതി. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ബ്രെഡ് എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത്, എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് എന്നൊക്കെ. ഇത് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വ്ളോഗിനകത്ത്, നോമ്പിന്റെ ഒരു വ്ളോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല, കുറച്ചുകൂടെ നമുക്ക് നല്ലത് ഇതാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട്ലറ്റിന്റെ ഷേപ്പില്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചു നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതിന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഓയിൽ ഒരുപാട് ചൂടുള്ള സമയത്ത് ഇട്ട് കൊടുക്കരുത്, കാരണം പുറത്ത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളിൽ നമുക്ക് ഒരുപാട് വേവിക്കാനൊന്നും ഇല്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ ബ്രെഡ് പൊടിച്ചതിന്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എന്റെ വ്ളോഗിന്റെ ലിങ്ക്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്പി കിട്ടും. അപ്പൊ ഇത് രണ്ട് സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്യണം. എപ്പം പറയുന്ന പോലെയല്ല, എന്തായാലും ട്രൈ ചെയ്യാൻ അത്ര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷെ ഒന്നൊന്നര ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പൊ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാ. അതേപോലെ തന്നെ എല്ലാവരും കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് കമന്റ് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇതേപോലത്തെ നല്ല കിട്ടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.